സംസ്ഥാനത്ത് നൈപുണ്യ വികസനത്തിന് വ്യാപകമായ വിധത്തിൽ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം മുൻനിർത്തി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോവുകയാണ് സർക്കാരെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിഞ്ഞാലക്കുട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ ഒരു നവവൈജ്ഞാനിക സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. നൈപുണ്യവും വൈദഗ്ധ്യവും നൽകി മേഖലകൾ മുന്നോട്ട് വയ്ക്കുന്ന തൊഴിൽ അവസരങ്ങൾക്ക് സധൈര്യം കടന്നു ചെല്ലാൻ കേരളത്തിലെ യുവാക്കളെ സജ്ജരാക്കുക എന്ന ഉത്തരവാദിത്വമാണ് സർക്കാർ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ പരിശീലനവും ലഭിക്കുക എന്നത് വൈജ്ഞാനിക സമൂഹത്തിൽ അത്യന്താപേക്ഷിതമാണെന്നും അറിവിൻ്റെയും വൈദഗ്ധ്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൽ കുട്ടികൾ സ്വയം മുന്നേറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശ്ശൂർ ജില്ലയിൽ 19 SDCകളിലായി 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന 23 കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. ഇതിൽ ഇരിഞ്ഞാലക്കുട ഗേൾസ് സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ളത് ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പർ എന്നീ കോഴ്സുകളാണ്. 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള 10ാം തരം പാസ്സായവർക്ക് കോഴ്സുകളിൽ സൗജന്യമായി പ്രവേശനം നേടാം. അവധി ദിവസങ്ങളിലായിരിക്കും ക്ലാസുകൾ. ഒരു കോഴ്സിൽ 25 പേർക്കാണ് പ്രവേശനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃശൂർ SSK DPO KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, PTA പ്രസിഡന്റ് PK അനിൽകുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ബിന്ദു P ജോൺ, VHSC പ്രിൻസിപ്പാൾ KR ഹേന, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KS സുഷ, ഇരിഞ്ഞാലക്കുട GLPS പ്രധാനാധ്യാപിക PB അസീന, SDC കോർഡിനേറ്റർ K ദീപിക രാജ്, SSK DPC NJ ബിനോയ്, BRC BPC KR സത്യപാലൻ എന്നിവർ പങ്കെടുത്തു. വികസനത്തിന് പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം മുൻനിർത്തി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിന് സഹായകരമായ വിധത്തിൽ ഏറ്റവും ആധുനികമായ, ഏറ്റവും പുത്തനായ വൈജ്ഞാനിക മേഖലകളിൽ ഉൾപ്പെടെ നൈപുണ്യവും വൈദഗ്ധ്യവും നൽകി ആ മേഖലകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന വളരെ അന്തസ്സുറ്റ തൊഴിലവസരങ്ങളിലേക്ക് സധൈര്യം നടന്നു ചെല്ലാൻ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവതിയുവാക്കളെയും സജ്ജരാക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാർ ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.